ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത ലോങ് വീഡിയോ ഒന്നും അധികം എന്താ വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ചൊരു വിഷമത്തിലൊക്കെ ഞാൻ എന്തിനാ ലോങ് വീഡിയോ ഒക്കെ ഇടുന്നു എന്നുള്ളൊരു ചിന്തയ്ക്ക്. പക്ഷെ അങ്ങനെ ഇടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിഷയങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്തിനെങ്കിലും കുറിച്ചിട്ടൊക്കെ ആവുമ്പോൾ നമുക്ക് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് ഞാനിട്ട ലോങ് വീഡിയോ അത്ര കുഴപ്പമില്ലാത്ത വിഷയമുള്ളൊരു വീഡിയോ ആയിരുന്നു. എന്തുകൊണ്ടോ അത് വ്യൂസ് ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയില്ല. അപ്പൊ കുറച്ചും കൂടെ നല്ല വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് നോക്കാം. പിന്നെന്ന് പറയുമ്പോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഒരുവിധ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇപ്പോൾ എന്നെ പോലെയുള്ള അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എനിക്കിപ്പോൾ അസുഖമൊക്കെ മാറി വന്നു തുടങ്ങി. ഞാൻ ഇനിയിപ്പോൾ അടുത്ത മാസം കഴിയുന്നതോട് കൂടിയിട്ട് എനിക്കൊരു ജോലിക്ക് പോകണം, പോയി തുടങ്ങണം. അപ്പൊ ഇനി അതിനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. പിന്നെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ ലാസ്റ്റ് ഇട്ടിരുന്നു ഞാൻ പാലക്കാടാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു ധ്യാനം മെഡിറ്റേഷൻ ഇതൊക്കെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പോയിരിക്കായിരുന്നു. വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോയത്. തിങ്കളാഴ്ച രാവിലത്തെ ഞാൻ വീട്ടിലെത്തി. അപ്പൊ യാത്രയും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പോകുമ്പോൾ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. മെഡിറ്റേഷൻ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. എങ്കിലും കുഴപ്പമില്ലാതെ നമുക്കത് ഫുള്ള് കഴിയണ വരെയൊക്കെ ഒന്ന് ഇരിക്കാനായിട്ട് പറ്റി. അപ്പൊ ഒരു ദിവസം തന്നെ ഒരു 3/4 മണിക്കൂർ വെച്ചിട്ടൊരു 4 വട്ടമൊക്കെ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളും ധ്യാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് അത് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ പിന്നെ താഴെ തന്നെയാണ് ചമ്രം പണിഞ്ഞിട്ടൊക്കെ ഇരുന്നിരുന്നത്. അപ്പൊ എനിക്ക് കീമോ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെ ബോഡിക്കൊക്കെ ഒരു പെയിനും അതുപോലെ തന്നെ ഒരു വലിച്ചിലൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ അത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സാധിച്ചു. അപ്പൊ ഞങ്ങൾ പണ്ട് മുതലേ പോകുന്ന ഒരു ആശ്രമമാണ് പഞ്ചവതീശ്വരാശ്രമം ആശ്രമം. അപ്പൊ അവിടെയാണ് ക്യാമ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്വാമി. ആള് പിന്നെ സന്യാസം സ്വീകരിച്ച് അവിടെ നമ്മുടെ മഹാരാഷ്ട്രക്കാരനാണ് ആയിരുന്നു ആള്. പിന്നെ ആള് അമൃത കോളേജിലാണ് പഠിച്ചത് കൊല്ലത്ത്. പിന്നെ അത് കഴിഞ്ഞ് ശ്രീലങ്കയിലൊക്കെ പോയി ആള് ബുദ്ധമതം സ്വീകരിച്ച് ഇപ്പൊ ഒട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മൂകാംബികയിൽ പോയപ്പോ അവിടെ അതിന്റെ ഒരു ബ്രൗഷറൊക്കെ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ വീണ്ടും രണ്ടാമത് ഇവിടെ ക്യാമ്പിന് വേണ്ടിയിട്ട് പോയത്. പോയപ്പോ ഒരു 20 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ എന്താ പറയാ, റിട്ടയർഡ് ആയവരും പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ഗാന്ധി ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല നല്ല വ്യക്തികളും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൂടുതലൊന്നും അങ്ങനെ അവരെ കുറിച്ച് പറയാനോ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഈ ധ്യാനം മെഡിറ്റേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സംസാരം കാര്യങ്ങളൊക്കെ കുറവൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയാ, എല്ലാവരും ഒരു അവനവന് വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം സംഭരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി വന്നിരിക്കല്ലേ. അപ്പൊ പിന്നെ സംസാരങ്ങളും കുറവൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂര് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നീ 20 പേരിലും അവരൊക്കെ ഉൾക്കൊണ്ടിരുന്നു. അവിടെ മതം അതൊന്നും പ്രശ്നമല്ല. നമ്മുടെ ആവശ്യമാണല്ലോ മെഡിറ്റേഷൻ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ. മതം അല്ലെങ്കിൽ വിശ്വാസം അതിനേക്കാൾ ഉപരി നമുക്ക് കിട്ടുന്ന ഊർജം അത് നമ്മളുടെ മനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതൊക്കെയാണല്ലോ. അപ്പൊ അവിടെ ജാതി മതം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ. പക്ഷെ എല്ലാവരും കൂടെ ആയിരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഫുഡും കാര്യങ്ങളായിരുന്നു. പിന്നെ അന്തരീക്ഷം അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ നിറയെ ഫ്രൂട്ട്സുകളുള്ള മരങ്ങളും ചക്ക, മാവ്, മീൻസ് മാവ് പ്ലാവ് മാത്രമല്ല, ഒരുപാട് പേരറിയാത്ത മരങ്ങളും വേണ്ടോളം ഞാവല്, നെല്ലിക്ക, അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ആൾക്കാരൊക്കെ കുറവാണ്. അപ്പൊ ആ ഒരു സമാധാനം സന്തോഷമൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോകണമെന്ന് വിചാരിക്കും. പിന്നെ ഇപ്പൊ എല്ലാവരും നമ്മൾ റീൽസിലൊക്കെ കാണുന്ന കൊല്ലങ്കോട് ആ റൂട്ടാണല്ലോ. മുതലമട, കൊല്ലങ്കോട്, പിന്നെ എന്താ സ്ഥലത്തിന്റെ
ആ വഴിയൊക്കെയാണ് നമ്മൾ പോയത്. അപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരുന്നു. ബസ്സിലൊക്കെ സീറ്റ് കിട്ടി സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പോവാന്ന് പറയുമ്പോൾ ഒരു രസമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഉം, അപ്പൊ അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞു തിങ്കളാഴ്ച തിരിച്ചെത്തി. അപ്പൊ ഞാൻ ചെയ്ത മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മളത് ഒരു ആം, ഗുരുവിൽ നിന്ന് കിട്ടുമ്പോൾ, അതായത് ഒരു ഗുരു നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇനി തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ അത് ഭാഗമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ പരമാവധി നമ്മൾ ശ്രമിക്കുക അതുമായി മുന്നോട്ട് പോകാനും വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നമ്മളെ എന്താ പറയാ ഫോഴ്സ് ചെയ്യിക്കുന്നില്ല. അതായത് നിങ്ങൾ വെജ് മാത്രം കഴിക്കാൻ പാടുള്ളൂ, അതിൽ മാത്രം നിന്നുകൊണ്ട് അത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് കഴിക്കാം, ആവശ്യത്തിന് കഴിക്കാം. അപ്പൊ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ കഴിക്കണ്ട. ഒന്നും നമ്മളെ നിർബന്ധിക്കുന്നില്ല. അത് നമ്മുടെ ആരോഗ്യവുമായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും. പക്ഷെ ഞാൻ അവിടെ പോയപ്പോ എനിക്ക് അങ്ങനെ സംസാരിച്ചപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ വേണ്ടാത്ത ചിന്തകളും അതുപോലെ നമുക്കുള്ള എന്താ പറയാ ടെൻഷൻ, നമ്മളിലൊക്കെ ഓരോരുത്തരൊക്കെ നമ്മളെ വഴക്ക് പറയുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ, അങ്ങനെയൊക്കെ കൂടി കൂടിയിട്ടാണ് ഇപ്പോൾ എന്താ പറയാ അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനെ പെട്ടെന്ന് ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നലായിരിക്കാം. പക്ഷെ നിങ്ങളെ സംസാരത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് രണ്ട് മനസ്സായിട്ട് ഒരു കാര്യങ്ങളും ഒന്നും ചെയ്യാതിരിക്കാം. നമുക്ക് ഓക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫുഡിന്റെ കാര്യമാണെങ്കിലും എന്തും നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനൊരു ഇതുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് ഓക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാനിനി അവിടുത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം ട്ടോ. പിന്നെന്താണ് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോന്ന് പറഞ്ഞ പോലെ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അധികം ഇടാത്തത് കൊണ്ട് പിന്നെ ലൈവ് ഞാനിപ്പോ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു സാറ്റർഡേ, സൺഡേ ഒക്കെ ഇടാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു വിഷയമില്ലാണ്ട് വെറുതെ വന്നിരുന്ന് വല്ലപ്പോഴൊക്കെ വരാം. പക്ഷെ വെറുതെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നൊന്നും ഇല്ലാണ്ടാവുമ്പോ എനിക്കങ്ങനെ എന്തോ പോലെ തോന്നും. അപ്പൊ അത് കാരണം ലൈവ് ഞാൻ ഇടുന്നില്ലാന്നല്ല. എങ്കിലും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഒരു മൂഡ് തോന്നുമ്പോൾ ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് ഒന്ന് കമന്റ് ഇടണം. പിന്നെ എന്റെ വ്യൂസ്, അതായത് അസുഖങ്ങളുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളവരൊക്കെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ഇതിവിടെ ഓട്ടോ പോയി. നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അപ്പൊ ഇതിവിടെ ഓട്ടോ പോയപ്പോ ഞാൻ ക്യാമറ ഒന്ന് പോസ് ചെയ്തതാ. ഇനിയിപ്പോ സ്കൂൾ വണ്ടികൾ പോയി തുടങ്ങും. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇതാക്കാം. പിന്നെ ഇപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും എന്താണെന്നൊന്ന് കമന്റ് ഇടണം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഇനി ഹോസ്പിറ്റലാണ് ചെക്കപ്പിന് പോകേണ്ടത്. പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കയ്യുമ്മലത്തെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, കുറഞ്ഞതായിട്ടൊക്കെ തോന്നുന്നില്ലേ? ഞാൻ ഇന്നലെ തേക്കിന്റെ ഇല നമ്മുടെ ഇവിടെ കിട്ടാൻ ഇത്തിരി കുറവാണ്. അങ്ങനെ നിറയെ വീടുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തേക്കിന്റെ മരം അങ്ങനെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ കിട്ടിയാൽ തന്നെ അതിന്റെ കൂമ്പല വേണം. അപ്പൊ ഞാൻ പാലക്കാട് പോയപ്പോ എനിക്ക് അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ കൂമ്പല ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുതായിട്ട് നല്ല എണ്ണ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ മൂത്ത് വരുന്നപ്പോ ആ ഇലയിട്ട് മൂപ്പിച്ചെടുത്തിട്ട് വേഗം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാവിലെ വൈകിട്ട് ഞാൻ തേക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ തേക്കുമ്പോൾ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഇത്തിരി കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് അല്ലേ? കുറഞ്ഞിട്ടുണ്ട്, ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കൊതു കടിക്കുമ്പോൾ മാന്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെയൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് കൊതു കടിക്കുമ്പോൾ മാന്തിയിട്ട്. അപ്പൊ അത് കാരണം ഞാനിപ്പോ അത് കിട്ടിയപ്പോ ഞാനത് വന്ന വഴിക്ക് തന്നെ അത് തേക്ക് മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു 2 ആഴ്ച പരത്തിയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും, ഇതിപ്പോ ഇത് മാത്രല്ല, അങ്ങനെ കറുത്ത പാടുകൾ, പുള്ളിപ്പാടുകളൊക്കെ മാറാനായിട്ട് തേക്കിന്റെ ഇലയൊക്കെ കൂമ്പലൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എന്റെ മേമ്മയുടെ മകനും അവന് അങ്ങനെ എന്തോ പൊള്ളിയിട്ടൊക്കെ അങ്ങനെ തേക്കിന്റെ കൂമ്പലൊക്കെ ഇപ്പോഴല്ല പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ചെയ്തതായിട്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പൊ നോക്കട്ടെ, എന്തായാലും 2 ആഴ്ച നമുക്ക് നോക്കാലോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. എന്തായാലും അടുത്ത ആഴ്ച തൊട്ടിട്ട് തൃശ്ശൂർക്കൊക്കെ ഒന്ന് പോയി തുടങ്ങണം, ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.